ഹലോ വെൽക്കം ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് ഞാൻ ഓർത്തു നമുക്ക് ഓർഗാനിക് കെമിസ്ട്രിയിലെ ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ കിട്ടും. ഒന്ന്, നമുക്ക് ആ ഒരു തിയറി പാർട്ട് പഠിക്കാം. പിന്നെ എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഓക്കെ ഏത് രീതിയിലാണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്. വെറുതെ കുറെ ഇക്വേഷൻസ് കാണുമ്പോൾ അയ്യോ പേടിയാവുന്നു, എന്ത് ചെയ്യും എന്നുള്ളൊരു മൈൻഡാണോ നമുക്ക് വേണ്ടത്. സോ അപ്പൊ നമുക്ക് ആ ഒരു രീതി നോക്കാം, എങ്ങനെ ഇത് അപ്രോച്ച് ചെയ്യണം ഓരോ ക്വസ്റ്റ്യൻസ്, പിന്നെ ഏത് രീതിയിൽ വേണം ക്വസ്റ്റ്യൻസ് ചെയ്യാന്, പ്ലസ് ആ തിയറിയും കൂടി പഠിക്കും. സോ നമുക്ക് ചെയ്യാൻ തുടങ്ങാം. സൂപ്പർ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഞാൻ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ ഇത് കണ്ടിട്ടുണ്ട്. സിമിലർ പാറ്റേൺ ഒന്നും ഞാൻ പറയുന്നില്ല, തന്നിട്ടുള്ള കോമ്പൗണ്ടും വേറെയാണ്, പക്ഷെ ഈ ഒരു പാറ്റേൺ സെയിം ആ. കെ സി എൻ ചോദിക്കുന്നു, അത് കഴിഞ്ഞ് LiAlH4 ചോദിക്കുന്നു, HNO2 ചോദിക്കുന്നു. അപ്പൊ കെ സി എൻ ചോദിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? കെ സി എൻ എന്ന് പറഞ്ഞ സി എൻ എന്ന് പറഞ്ഞ സൈനൈഡ് ആണ്. അപ്പൊ ആ ഒരു മിഥൈൽ കോമ്പൗണ്ട്, ഇഥൈൽ കോമ്പൗണ്ട് ആണ് ഇവിടെ, ഇഥൈൽ ക്ലോറൈഡ് ആണ് ഇന്നുള്ളത്. ആ ഇഥൈൽ ക്ലോറൈഡ് കെ സി എനുമായിട്ടുള്ള റിയാക്ഷൻ വരുമ്പോൾ സി എല്ലിന് പകരം സി എൻ ആവും. ഇപ്പം BR ആണെങ്കിൽ അത് ആവും. അല്ലെങ്കിൽ ഹാലജൻ കോമ്പൗണ്ട്സിന് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അറിയാലോ, ഇലക്ട്രോ നെഗറ്റിവിറ്റി ഓഫ് സി എൻ ഭയങ്കര കൂടുതലാണ്. അപ്പൊ സി എൻ വലിച്ചു പറിച്ച് സി എല്ലിനെ എടുത്ത് മാറ്റാൻ പറ്റും. അപ്പൊ അത് സി എൻ. അതിന്റെ എക്സ്പ്ലനേഷൻ ഇവിടെ ഉണ്ട്. അതായത് റിയാക്ട്സ് വിത്ത് കെ സി എൻ, അതായത് SN2 മെക്കാനിസം ആണ് ഇവിടെ നടക്കുന്നത്. അത്രയും ഭയങ്കര ഡീപ്പായിട്ടൊന്നും ചിന്തിക്കണം. സി എല്ലും സി എനും വരുമ്പോൾ ഓക്കെ അത് റീപ്ലേസ് ആവും. അപ്പൊ എന്താവും? സി എല്ലിന് പകരം സി എൻ എന്നാവും. ഓക്കെ, അടുത്ത റിയാക്ഷൻ നോക്കാം. LiAlH4, ആ ഒരു ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് ഒരു പവർഫുൾ ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജന്റ് ആണ്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? എന്ന് വെച്ചാൽ നൈട്രൈൽസ് ആണിത്. അതായത് സൈനൈഡ് എന്ന് പറഞ്ഞാൽ നൈട്രൈൽസ്. ആ നൈട്രൈൽസിനെ പ്രൈമറി അമീൻസ് ആയിട്ട് മാറ്റും. ഓക്കെ, അതായത് റെഡ്യൂസിങ് ഏജന്റ് റെഡ്യൂസ് ആക്കും. അത് ഭയങ്കര ഹൈലി തിക്കായിട്ട് ഇരിക്കുന്ന സാധനമാണ് സൈനൈഡ് എന്ന് വെച്ചാൽ C ഡബിൾ ബോണ്ട് N സൈനൈഡ്. അതിനെ കട്ട് ചെയ്തിട്ട് NH2 ആക്കി മാറ്റും. ആര്? LiAlH4. ഓക്കെ, അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്ത എന്താണ്? അടുത്തത് ബി ആയിട്ടുള്ളത്. നമ്മുടെ ആ ഒരു റിയാക്ഷൻ എന്തായി? CH3CH2 എന്തായിട്ട് മാറി? CH3CH2 CH2NH2 ആയി കേട്ടോ. അതായത് ആ സീനെ അതായത് ആ സി മൊത്തത്തിലല്ല പോകുന്നത്. സിയും ഡബിൾ ബോണ്ട് എന്നിനെയും കട്ട് ചെയ്യും. എന്നിട്ട് ഹൈഡ്രജൻ, ആവശ്യമുള്ള ഹൈഡ്രജനെ കൊടുക്കും അവര്. അങ്ങനെ സിക്ക് 4 ബോണ്ട് വേണം, അപ്പൊ അവിടെ ഒരു H2 കൊടുക്കും. പിന്നെ എന്നിനും H2 കൊടുക്കും, കാരണം എന്നിന് 3 ബോണ്ട്സ് വേണമല്ലോ. അപ്പൊ അങ്ങനെ കൊടുക്കും. അപ്പൊ 3 സിയും, അതായത് CH3CH2 ഓൾറെഡി ഉണ്ടായിരുന്നു. പിന്നത്തെ സി എന്ന് വെച്ചാൽ സൈനൈഡിന്റെ ടി, അത് സൈനൈഡിന്റെ സി, അത് CH2, പിന്നെ എന്നിന്റെ കൂടെ NH2 പ്രൈമറി അമീൻസ് ആക്കി മാറ്റി. ഇനി അതിനെ എന്തുമായിട്ട് റിയാക്ട് ചെയ്യും? ഇനി HNO2 ആയിട്ട് റിയാക്ട് ചെയ്യുന്നത്. HNO2 എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു നൈട്രസ് ആസിഡ്, അതൊരു ലോ ടെമ്പറേച്ചറിൽ ഒരു മാത്രം ആക്ട് ചെയ്യുന്ന ഒരു ലോ ആസിഡ് ആണ് HNO2 എന്ന് പറയുന്നത്. ആ ആസിഡ് എന്ത് ചെയ്യും എന്ന് വെച്ചാൽ പ്രൈമറി അലിഫാറ്റിക് അമൈൻസിനെ ഒരു അൺസ്റ്റേബിൾ ഡയോസോണിയം സോൾസ് ആയിട്ട് മാറ്റും. അത് ചിലപ്പോൾ ഇതിന്റെ ഒരു ഡയോസോണിയം സോൾസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഓർക്കണ്ടില്ലേ, വെള്ളത്തിനെ എടുത്ത് അങ്ങോട്ട് മാറ്റിക്കോണം. അതായത് ഇപ്പം ഈ ആസിഡുമായിട്ടുള്ള റിയാക്ഷൻ, അങ്ങനത്തെ ഇപ്പൊ റെഡ്യൂസിങ് ഏജന്റ് ഒക്കെ ആയിട്ടുള്ള റിയാക്ഷൻ ആയിട്ടൊക്കെ വരുന്ന സമയത്ത് നമ്മൾ നമ്മുടെ വാട്ടറിനെ എടുത്ത് മാറ്റണം. അപ്പൊ ഇതിന്റെ അത് നമ്മൾ ആദ്യം ആ ഒരു NH2 എടുത്ത് മാറ്റുവാന്ന് വിചാരിക്കുക. H2 എടുത്ത് മാറ്റുമ്പോഴത്തേക്കും നമുക്കൊരു വല്ല ഇതുപോലെ, ഇത് ഡയോസോണിയം സോൾട്സ് എന്നുള്ള രീതിയിൽ വല്ലതും വരും. അത് ആ ഒരു റിയാക്ഷൻ, അത് ഇവർ ഇതിനകത്ത് പറയുന്നില്ല. പക്ഷെ അതിനെ, ഇത് ടിപ്പിക്കലി ആ ഒരു കോമ്പൗണ്ടിനെ വീണ്ടും കുറച്ച് കഴിയുമ്പോൾ ആൽക്കഹോൾ ആക്കി മാറ്റും. അതായത് HNO2 അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് എന്നാ. അപ്പൊ ആസിഡ് അറ്റ് ലോ ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഡയോസോണി, അതായത് അങ്ങനെ എന്നിന് തന്നെ നിൽക്കാൻ പറ്റത്തില്ല. ആ H2Oയും കൂടെ കമ്പൈൻ ചെയ്ത് ചിലപ്പോൾ ഡബിൾ ബോണ്ട് NO വല്ലതും ആയിരിക്കും അവിടെ ഫോം ചെയ്യുന്നത്. അങ്ങനെ ഫോം ചെയ്ത് അത് അൺസ്റ്റേബിൾ ആവും. പിന്നെ അതിനെ വീണ്ടും ഒരു ഓക്സിഡേഷൻ, അല്ലെങ്കിൽ വീണ്ടും ആ ഒരു ടെമ്പറേച്ചർ കൊടുക്കുന്ന സമയത്ത് അത് ആൽക്കഹോൾ ആയിട്ട് മാറും. ആ പ്രൈമറി അമീൻസ് മീൻസ് ആൽക്കഹോൾ ആയിട്ട് മാറും. CH3CH2CH2OH എന്ന് വരും. ഓക്കെ, സോ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ CH3COOH. സോ അതിനെ NH3, പിന്നെ കുറച്ച് ഹീറ്റ്, ബേസിക് അമീന, ബേസിക് ആയിട്ടുള്ള ഒരു സംഭവമാണിത് NH3 എന്ന് പറയുന്നത്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ബേസിക് സിറ്റി, അതായത് ഒരു ആസിഡ് ആണ്, അതിന് ബേസിക് സംഭവമായിട്ട് വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും?
അപ്പൊ എത്തനോയിക് അല്ലെങ്കിൽ അസിറ്റിക് ആസിഡ് ആണ് ഇത് CH3COH. അത് റിയാക്ട്സ് വിത്ത് NH3. ഫസ്റ്റ് തന്നെ ആസിഡ് ബേസ് റിയാക്ഷൻ ഒക്കോർ ചെയ്യും. അങ്ങനെ ഇതൊരു അമോണിയം സോൾട്ട് ആയിട്ട് മാറും ആദ്യം. കണ്ടോ, NH3. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത് ഒന്ന് നോക്കിയേ. COO NH, ആ NH എടുത്ത് ആ എച്ചിന്റെ സൈഡിലോട്ട് അങ്ങ് ഇരിക്കും. അപ്പൊ അത് NH4, അത് ഭയങ്കര അൺസ്റ്റേബിൾ. അത് പിന്നെ ഹീറ്റ് ചെയ്യുമ്പോൾ ആ NH4 അമൈഡ് ആയിട്ട്, അല്ലെങ്കിൽ ആ ഒരു സംഭവം, അതായത് ഒരു അമൈഡ് ആയിട്ട് അത് മാറും. NH3 ആയിരുന്നു, NH4 ആയി, അമോണിയം അസോസിയേറ്റ് എന്നുള്ള സംഭവമായി. ആ അമോണിയം എന്നുള്ളത് അമൈഡ് ആവും, NH2 ആയിട്ട് മാറും കേട്ടോ. അപ്പൊ അതിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ NH4 കോമ്പൗണ്ട് ഉണ്ടല്ലോ, NH4 കോമ്പൗണ്ടും COOയും ഉണ്ട്. അപ്പൊ അതിൽ എന്ത് ചെയ്യും, ഇവര് വാട്ടറിനെ അങ്ങോട്ട് എടുത്ത് കളയും. എന്താ, NH4 അല്ലേ, NH4ലെ H 4H ഉണ്ട്. അതിൽ എന്തെടുക്കും, 2Hനെ എടുക്കും. H2O എന്നല്ലേ, ആയിട്ട് ആ ഒരു ഓയും കൂടെ എടുക്കും. അപ്പൊ എന്ത് വരും, CH3, C ഡബിൾ ബോണ്ട് O. പിന്നെ എന്ത് വരും, പിന്നെ ബാക്കി എന്താ ഉള്ളത്, NH NH2 അല്ലേ ഉള്ളത്, CONH2 അല്ലേ ഉള്ളത്. കാരണം നമ്മൾ വെള്ളം, അങ്ങനെ എല്ലാത്തിനും വെള്ളത്തിനെ അങ്ങോട്ട് എടുത്ത് കളയുക കേട്ടോ. ഡീഹൈഡ്രേഷൻ, ഹീറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഡീഹൈഡ്രേഷൻ അല്ലേ, വെള്ളം അങ്ങോട്ട് പോവുക അല്ലേ, അതല്ലേ ചെയ്യുന്നത്. മനസ്സിലായോ? ഓക്കെ. അപ്പം ഇനി അതാണ്, നമുക്ക് അത് കിട്ടി. അപ്പം അസെറ്റാമിഡ് CH3, C ഡബിൾ ബോണ്ട് O എന്ത് വരും, NH2 എന്ന് വരും. എന്നിട്ട് ഇനി അതിനെ എന്തുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്, C6H5SO2Cl. C6 എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കണം, ഓക്കെ, ഒരു ബെൻസീൻ കോമ്പൗണ്ട് ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, അതുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, അപ്പൊ അതുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും നമുക്ക് ജസ്റ്റ് നോക്കാം. അതായത് ഇതൊരു ഹൈൻസൻബർഗ് റിയേജന്റ് ആണ്. അതായത് അതൊരു ലൈക്ക് ആസിഡ് അല്ലെങ്കിൽ പ്രൈമറി, സെക്കൻഡറി, ടേർഷ്യറി മീൻസിനെ കണ്ടുപിടിക്കാനുള്ള ഒരു ടെസ്റ്റ് മെത്തേഡാണ്. അതായത് കുറെ ടെസ്റ്റ് മെത്തേഡ് ഉണ്ടല്ലോ, അതിലൊരു മെത്തേഡാണിത്. ആ ഒരു മെത്തേഡാണ് ലൈക്ക് ഈ ഒരു റിയാക്ടന്റ്, അതായത് C6H5 പിന്നെ SO2Cl ആ ഒരു ആ ഒരു കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഹൈൻസൻബർഗ് റിയേജന്റ്. ഈ റിയേജന്റ് യൂസ് ചെയ്ത് നമുക്ക് ഇത് പ്രൈമറി ആണോ, സെക്കൻഡറി ആണോ, ടേഴ്സറി ആണോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇതൊരു പ്രൈമറി അമീൻ ആണ്. അത് അതുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്കും എൻ ഇഥൈൽ ബെൻസീൻ സൾഫോണ അമൈഡ് വരും. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഞാൻ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണിക്കാം, നിങ്ങൾക്ക് കാണുമോ അറിയത്തില്ല. ഓക്കെ, ക്ലിയർ ആയിട്ട് കാണിക്കാം. അപ്പൊ ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാല് CH3CH2NH2 ആയിരുന്നു. ഓക്കെ, അതിന്റെ കൂടെ ഇത് കമ്പൈൻ ചെയ്തു. അപ്പൊ എന്താ സംഭവിച്ചത്, HCl അങ്ങോട്ട് മാറ്റി അല്ലെ, HClനെ അവരെടുത്ത് മാറ്റി. HClനെ അവരെടുത്ത് മാറ്റിയത് എങ്ങനെയാ എടുത്ത് മാറ്റിയത്, എങ്ങനെ എടുത്ത് മാറ്റിയെന്ന് വെച്ചാല് C6H5SO2 അതുപോലെ തന്നെ ഉണ്ട്. എന്നിട്ട് അവര് CL എടുത്ത് മാറ്റി, H എടുത്ത് മാറ്റി, ഈ SO2 കഴിഞ്ഞിട്ട് NH എന്ന് തന്നു. ഈ NH എവിടുന്ന, അതായത് ഇത് രണ്ടെണ്ണം ബാക്ക് ടു ബാക്ക്. ഇത് ഫസ്റ്റ് കോമ്പൗണ്ട് എങ്ങനെ ഇരിക്കുന്നു, സെക്കൻഡ് കോമ്പൗണ്ടിനെ നമ്മൾ തിരിച്ചു വെക്കുന്നു, അല്ല സെക്കൻഡ് കോമ്പൗണ്ട് എടുക്കുന്നു. ഫസ്റ്റ് കോമ്പൗണ്ട് എങ്ങനെയാണോ ഇരിക്കുന്നത്, അതായത് CH3CH2NH2 എന്നാണല്ലോ, അതിന് തിരിച്ചെഴുതുക. അതായത് NH CH2CH3 അങ്ങനെ എഴുതുക. അപ്പൊ അതിൽ നിന്ന് HCl മാത്രമേ മാറുന്നുള്ളൂ, വേറെ വ്യത്യാസം ഒന്നും വരുന്നില്ല. അതായത് SO2ന്റെ ആ സൈഡില്, SO2ന്റെ സൈഡിൽ NHCH2CH3 എന്ന് നമ്മൾ എഴുതുന്നു. അത് മാത്രമേ ഇവിടെ സംഭവിക്കുന്നുള്ളൂ, വേറൊന്നും സംഭവിക്കുന്നില്ല. അപ്പൊ ഇതാണ്, അത് ഇഥൈൽ ബെൻസീൻ സൾഫോൺ അമൈഡ്, അതാണ് നമുക്ക് ഫോം ചെയ്യുന്നത് കേട്ടോ. ബെൻസീൻ അവിടെ ഉണ്ട്, ബെൻസീന്റെ ഒരു കാർബണിന്റെ സൈഡിൽ എന്തുണ്ട്, SO2 ഉണ്ട്. അതിന്റെ സൈഡിൽ എന്തുണ്ട്, CH2CH3 ഉണ്ട്. അപ്പൊ എന്നിന് രണ്ട് കണക്ഷൻ ഉണ്ട്, ഒന്ന് S ആയിട്ടും ഉണ്ട്, H ആയിട്ടും ഉണ്ട്. അപ്പം അത് CH2CH3. ഓക്കെ, അപ്പൊ അതാണ് ഫോം ചെയ്യുന്നത്. അപ്പം ചില കോമ്പൗണ്ട്സ് ഇപ്പൊ നമുക്ക് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്നെങ്കിൽ HCl അല്ലെങ്കിൽ ലൈക്ക് വാട്ടർ, അതൊക്കെ അങ്ങോട്ട് എടുത്ത് കളഞ്ഞ് നോക്കുക, ചിലപ്പം കിട്ടാം. ഉം. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ വൃത്തിക്ക് പഠിക്കുക, കാരണം ഇത് കുറെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. സോ ഇത് വൃത്തിക്ക് പഠിക്കണം. ഓക്കെ.